അങ്ങനെ നമ്മൾ എർത്ത് ഒരു പവർഫുൾ നാച്ചുറൽ മാഗ്നറ്റ് ആണെന്ന് കണ്ടു. അതിന് ജോഗ്രഫിക് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് പോളുകളും സൗത്ത് പോളുകളും ഉണ്ടെന്ന് കണ്ടു. ജോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും ഉണ്ടെന്ന് കണ്ടു. അവർ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഇപ്പോഴുള്ള ആംഗിൾ 11.3 ആണെന്നും കണ്ടു. അതേപോലെ എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എർത്തിൻ്റെ സർഫസിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അവിടെയുള്ള എർത്തിൻ്റെ സർഫസിൽ ഏതെങ്കിലും ഒരു പ്ലേസിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായും 3 ക്വാണ്ടിറ്റീസിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ആ 3 ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ക്യാൻ ബി കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് 3 ക്വാണ്ടിറ്റീസ്. എർത്തിൻ്റെ സർഫസ് എടുക്കുക. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, എർത്തിൻ്റെ സർഫസിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന് ഒരു മാഗ്നറ്റിക് നോർത്ത് പോളുണ്ട്, മാഗ്നറ്റിക് സൗത്ത് പോളുണ്ട്. ആ പോളുകൾ ഉള്ള ഭാഗത്ത് അവിടെ ആയിരിക്കും കൂടുതൽ സ്ട്രെങ്ത്ത് നമുക്ക് അനുഭവപ്പെടുക. അവിടെ നിന്ന് ദൂരം കൂടുന്തോറും സ്ട്രെങ്ത്ത് കുറഞ്ഞു വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ എല്ലായിടത്തും ഒരേപോലെ അല്ല എർത്തിൻ്റെ മാഗ്നറ്റിസം, അല്ലെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് എല്ലായിടത്തും ഒരേപോലെയല്ല. നമ്മളൊരു പ്ലേസ് എടുത്തു, എർത്തിൻ്റെ സർഫസിൽ തന്നെ നമ്മളൊരു പ്ലേസ് എടുത്തു, അല്ലെങ്കിൽ ഒരു പ്ലേസ് കൺസിഡർ ചെയ്ത് അവിടെയുള്ള എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയണം. അതിനുവേണ്ടി 3 ക്വാണ്ടിറ്റീസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. ആ 3 ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 3 ക്വാണ്ടിറ്റീസാണ്. ഒന്ന് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, രണ്ടാമത്തേത് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ, മൂന്നാമത്തേത് ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I വെച്ചിട്ടാണ്. ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. ഹൊറിസോണൽ ഇൻറ്റൻസിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് B∪H എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അതായത് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എർത്തിൻ്റെ സർഫസിൽ ഒരു പ്ലേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അവിടെ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, മാഗ്നിറ്റ്യൂഡ് എങ്ങോട്ടാണ്, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എർത്തിൻ്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് പുറമേ നിന്നൊരാൾ വന്നു, നമ്മുടെ സ്കൂളിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു കുട്ടീനെക്കുറിച്ച് അദ്ദേഹത്തിന് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. എന്തൊക്കെ വേണം? ആ കുട്ടിയുടെ പേര് വേണം, ആ കുട്ടി പഠിക്കുന്ന സ്റ്റാൻഡേർഡ് വേണം, ആ കുട്ടി പഠിക്കുന്ന സ്റ്റാൻഡേർഡ് പ്ലസ് അതിൻ്റെ ഡിവിഷനും വേണം. അതായത് ഒരു കുട്ടിയുടെ പേര്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദിത്യൻ എന്നാണ് വിചാരിക്കുക. ഓക്കെ, ആദിത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ചെന്ന് ആദിത്യനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദിത്യൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആദിത്യൻ എന്ന് പറയുന്ന പേര് വേണം, ആ കുട്ടി പഠിക്കുന്ന സ്റ്റാൻഡേർഡ് വേണം. ഇനി 12th തന്നെ ഒരുപാട് ഡിവിഷൻസ് ചിലപ്പോൾ ഉണ്ടാകും. ABCD എന്നിങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാകും. അപ്പോൾ ഡിവിഷനും കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കുട്ടീനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് പേര്, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ കുട്ടീനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എർത്തിൻ്റെ സർഫസിൽ നമ്മളൊരു പ്ലേസ് കൺസിഡർ ചെയ്യുന്നു. ആ പ്ലേസിലുള്ള എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഈ 3 ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ആ 3 ക്വാണ്ടിറ്റീസാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ, ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് കൂടുതലായിട്ട് കുറച്ചും കൂടി ആഴത്തിൽ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ഒന്നാമത്തെ ഡെഫിനിഷൻ നോക്കാം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, I എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് 2 വേറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് മാഗ്നറ്റിക് ഡിക്ലിനേഷനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ വേറെ 2 കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് അറിവുണ്ടായിരിക്കണം. നോക്കാം നമുക്ക് എന്താണ് നമ്മളിനി അഡീഷണൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ആ 2 കാര്യങ്ങൾ. ഒന്നാമത്തേതാണ് മാഗ്നറ്റിക് മെറിഡിയൻ,
രണ്ടാമത്തേതാണ് ജോഗ്രഫിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ, ജോഗ്രഫിക് മെറിഡിയൻ, ഇത് രണ്ടും എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് മനസ്സിലാവുകയുള്ളൂ. നോക്കാം, എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ, എന്താണ് ജോഗ്രഫിക് മെറിഡിയൻ. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതൊരല്പം ചെറുതാണ് എങ്കിൽ കൂടി ഇത് നമ്മൾ എർത്ത് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എർത്തിൻ്റെ നേരെ മുകളിൽ നമുക്ക് ജോഗ്രഫിക് നോർത്ത് പോൾ ഉണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ട് ജോഗ്രഫിക് സൗത്ത് പോളുമുണ്ട്. ഒരല്പം ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഏത് പോൾ കിടക്കുന്നത്? മാഗ്നറ്റിക് നോർത്ത് പോൾ കിടക്കുന്നത്. മാഗ്നറ്റിക് നോർത്ത്, നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് നോർത്ത് സൗത്ത് പോളായിട്ടാണ് ആക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു. അതൊക്കെ മനസ്സിൽ വെക്കണം. ഞാനിതിന് ഏറ്റവും മുകളിലുള്ള ജോഗ്രഫിക് പോളിനെ ജോഗ്രഫിക് നോർത്ത് എന്നും അതിൻ്റെ തൊട്ടടുത്തുള്ള മാഗ്നറ്റിക് പോളിനെ മാഗ്നറ്റിക് നോർത്ത് എന്നുമാണ് വിളിക്കുന്നത്. പേരുകൾ നമുക്ക് മാറ്റാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിർവാഹവുമില്ല. അതുകൊണ്ട് ഏറ്റവും മുകളിലുള്ളത് നമ്മുടെ ജോഗ്രഫിക് നോർത്താണ്. ഒരല്പം നീങ്ങിയിട്ടുള്ളത് മാഗ്നറ്റിക് നോർത്ത്. നേരെ താഴെ ജോഗ്രഫിക് നോർത്തിൻ്റെ നേരെ താഴെ നമുക്ക് ആരുണ്ട്? ഏത് പോളുണ്ട്? ജോഗ്രഫിക് സൗത്ത് പോളുണ്ട്. ഒരല്പം അങ്ങോട്ട് നീങ്ങിയിട്ട്, അതായത് മാഗ്നറ്റിക് നോർത്തിന് നേരെ താഴെയായിട്ട് ഒരല്പം ഇങ്ങനെ വെച്ചിട്ട് നേരെ താഴെയായിട്ട് ആര് കിടക്കുന്നുണ്ട്? നമ്മുടെ മാഗ്നറ്റിക് സൗത്ത് പോളും കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ജോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് രണ്ടും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഇവർ തമ്മിലുള്ള ആംഗിളാണ് 11.3 ഡിഗ്രി എന്നും പറഞ്ഞു. ഇനി നമ്മുടെ ടോപ്പിക് ഏതാണ്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അതറിയണമെങ്കിൽ വേറെ രണ്ട് ആളുകളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണമെന്ന് തൊട്ടു മുമ്പേ പറഞ്ഞു. ആ രണ്ട് ആളുകളാണ് മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും. ഒരു പ്ലേസിൽ ശ്രദ്ധിക്കുക, ഒരു പ്ലേസിൽ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേസിൽ കൂടി കടന്നു പോകുന്ന ഒരു പ്ലെയിനാണ്. അതായത് ഒരു ക്വാണ്ടിറ്റി അല്ല എന്നർത്ഥം. ഒരു പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഈസ് ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ എർത്ത്സ് മാഗ്നറ്റിക് പോൾസ്. അതായത് ഒരു എക്സാമ്പിളിന് വേണ്ടി, ഇപ്പോൾ ഞാൻ നേരെ പിടിക്കുകയാണ്, ഒരു എക്സാമ്പിളിന് വേണ്ടി ഇവിടെ ഞാൻ ചെറിയൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലേസ് നമ്മൾ കൺസിഡർ ചെയ്തു. എർത്തിൻ്റെ സർഫസിൽ ഒരു പ്ലേസ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതാണ് ആ പ്ലേസ്. ശ്രദ്ധിക്കുക, ഇതാണ് ആ പ്ലേസ്. എൻ്റെ 4 ഫിംഗർ ചൂണ്ടി വെച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ് അല്ലെങ്കിൽ റെഫറൻസ് പ്ലേസ്. ആ റെഫറൻസ് പ്ലേസിൽ മാഗ്നറ്റിക് മെറിഡിയൻ കാണണമെങ്കിൽ എന്തു ചെയ്യണം? ആ പ്ലേസിൽ കൂടി കടന്നു പോകുന്ന ഒരു പ്ലെയിനെ കൺസിഡർ ചെയ്യണം. ആ പ്ലെയിനിൽ കൂടി അല്ലെങ്കിൽ ആ പ്ലേസിൽ കൂടി മാത്രം കടന്നു പോയാൽ പോരാ, ആ പ്ലേസിന് വെർട്ടിക്കലായിട്ട് കടന്നു പോകണം. പ്ലസ് ആ പ്ലെയിൻ എർത്തിൻ്റെ മാഗ്നറ്റിക് പോൾസിൽ കൂടിയും കടന്നു പോകണം. ഇവിടെ ഞാനൊരു പ്ലേസ് എടുത്തു അല്ലെങ്കിൽ ഒരു പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റിൽ കൂടിയും എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളിൽ കൂടിയും മാഗ്നറ്റിക് സൗത്ത് പോളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു പ്ലെയിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അതൊരു മെഷർമെൻ്റ് അല്ല, ഒരു പ്ലെയിൻ മാത്രമാണ്. ഇറ്റ് ഈസ് എ പ്ലെയിൻ വെർട്ടിക്കലി പാസിംഗ് ത്രൂ ദ ഗിവൺ പോയിൻ്റ് ആൻഡ് മാഗ്നറ്റിക് പോൾസ് ഓഫ് ദി എർത്ത്. ഒരു പ്ലേസിലെ മാഗ്നറ്റിക് മെറിഡിയൻ കാണണമെങ്കിൽ ആ പ്ലേസിൽ കൂടി നിങ്ങൾ ഒരു പ്ലെയിനെ കടത്തിവിടണം. ആ പ്ലേസിന് വെർട്ടിക്കലായിട്ട് ഒരു പ്ലെയിനെ കടത്തിവിടണം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആ പ്ലെയിൻ ഏതിൽ കൂടിയും കടന്നു പോകണം. എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്തിൽ കൂടിയും മാഗ്നറ്റിക് സൗത്തിൽ കൂടിയും കടന്നു പോകണം. സോ ഇറ്റ് ഈസ് എ പ്ലെയിൻ. മാഗ്നറ്റിക് മെറിഡിയൻ, ഇറ്റ് ഈസ് എ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ എർത്ത്സ് മാഗ്നറ്റിക് പോൾസ്. ആ ഒരു പ്ലേസിലെ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് ആ പ്ലേസിൽ കൂടിയും മാഗ്നറ്റിക് പോൾസിൽ കൂടിയും കടന്നു പോകുന്ന, വെർട്ടിക്കലായിട്ട് കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ആണ്. ആ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അങ്ങനെയെങ്കിൽ സുഖമായി നിങ്ങൾക്ക് ജോഗ്രഫിക് മെറിഡിയൻ എന്താണെന്ന് പറയാൻ സാധിക്കും. ജോഗ്രഫിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഈസ് ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ എർത്ത് ജോഗ്രഫിക് പോൾസ്. ഇതേ പോയിന്റിൽ തന്നെ ശ്രദ്ധിക്കുക, ഇതേ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് എന്തും കണ്ടുപിടിക്കാൻ സാധിക്കും? ജോഗ്രഫിക് മെറിഡിയൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ കണ്ടുപിടിക്കാൻ? നിങ്ങൾക്ക് ആ പോയിന്റിൽ കൂടി കടന്നു പോകണം, പ്ലസ് ജോഗ്രഫിക് പോൾസിൽ കൂടിയും കടന്നു പോകണം.
ആദ്യത്തെ പ്ലെയിൻ ഈ രീതിയിലാണ് കടന്നു പോയതെങ്കിൽ ഈ രീതിയിൽ അല്പം ചെരിഞ്ഞിട്ട് ഈ രീതിയിലാണ് കടന്നു പോയതെങ്കിൽ രണ്ടാമത്തെ പ്ലെയിൻ ജോഗ്രഫിക് മെറിഡിയൻ അതേ പ്ലേസിൽ തന്നെ ജോഗ്രഫിക് മെറിഡിയൻ കടന്നു പോകുന്നത് എങ്ങനെയായിരിക്കും? ആ പ്ലേസിൽ കൂടി പ്ലസ് ജോഗ്രഫിക് പോൾസിൽ കൂടി ഇങ്ങനെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ ഒരു പ്ലെയിൻ ആണ്, ജോഗ്രഫിക് മെറിഡിയനും ഒരു പ്ലെയിൻ ആണ്. ഞാൻ രണ്ട് പ്ലെയിനുകൾ വരച്ചിട്ടുണ്ട്. ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ജോഗ്രഫിക് മെറിഡിയനും അതേപോലെ തന്നെ ഒരല്പം നീങ്ങിയിട്ട് മാഗ്നറ്റിക് മെറിഡിയനും വരച്ചിട്ടുണ്ട്. അതായത് ഈ പോയിന്റ് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തത് അല്ലെങ്കിൽ റെഫറൻസ് പ്ലേസ് ആയിട്ട് എടുത്തത്. ഇതാണ് ഒരല്പം നീങ്ങിയിട്ട് നേരെ മുകളിൽ ജോഗ്രഫിക് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് പോളും നോർത്ത് പോളുമാണ് നേരെ മുകളിൽ. ഒരല്പം ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ആരിയിരിക്കുന്നത്? മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഇതേ പോയിന്റിൽ കൂടി രണ്ട് പ്ലെയിനുകൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന് മാഗ്നറ്റിക് നോർത്ത് സൗത്ത് പോൾസിൽ കൂടെയും ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. രണ്ടാമത്തേത് ജോഗ്രഫിക് നോർത്ത് സൗത്ത് പോൾസിൽ കൂടെയും ഒരു പ്ലെയിൻ കടന്നു പോകുന്നുണ്ട്. രണ്ടും ഒരു പ്ലേസിൽ ഒരു പോയിന്റിൽ വരച്ചിരിക്കുന്ന പ്ലെയിനുകളാണ്. ആ പ്ലെയിനുകൾ മാഗ്നറ്റിക് നോർത്ത് സൗത്ത് പോൾസിൽ കൂടിയും പോകുന്നുണ്ട്, ജോഗ്രഫിക് നോർത്ത് സൗത്ത് പോൾസിൽ കൂടിയും പോകുന്നുണ്ട്. ആ രണ്ട് പ്ലെയിനുകളും തമ്മിലൊരു ആംഗിൾ ഉണ്ടായിരിക്കും. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഞാൻ ബോർഡിൽ ചെറിയ രീതിയിൽ വരച്ചിട്ടുണ്ട്. ഒരു പ്ലെയിൻ ഈ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള പ്ലെയിനാണ് ജോഗ്രഫിക് മെറിഡിയൻ. ഇനി അതേ പോയിന്റിൽ കൂടി തന്നെ പോകുന്ന മറ്റൊരു പ്ലെയിനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. രണ്ട് പ്ലെയിനുകളും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഐ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡെഫിനേഷൻ. എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ? നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് ഡിക്ലിനേഷനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ അറിയണമെങ്കിൽ വേറെ രണ്ട് ആളുകളെക്കുറിച്ച് കൂടി നമുക്ക് അറിവുണ്ടായിരിക്കണം. ആ രണ്ട് ആളുകളാണ്, ഒന്ന് മാഗ്നറ്റിക് മെറിഡിയൻ, രണ്ടാമത്തേത് ജോഗ്രഫിക് മെറിഡിയൻ. രണ്ടും ക്വാണ്ടിറ്റീസ് അല്ല, രണ്ടും പ്ലെയിനുകളാണ്. മാഗ്നറ്റിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ്, ആ പ്ലേസിൽ കൂടി പോകുന്ന ഒരു പ്ലെയിനാണ്. ആ പ്ലേസിൽ കൂടി മാത്രം പോയാൽ പോരാ, മാഗ്നറ്റിക് പോൾസിൽ കൂടിയും പോകണം. ഇനി എന്താണ് ജോഗ്രഫിക് മെറിഡിയൻ? അറ്റ് എ പ്ലേസ്, ആ പ്ലേസിൽ കൂടി കടന്നു പോകണം, പ്ലസ് ജോഗ്രഫിക് പോൾസിൽ കൂടിയും കടന്നു പോകണം. രണ്ടും പ്ലെയിനുകളാണ്. മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും രണ്ടും പ്ലെയിനുകളാണ്. ആ രണ്ട് പ്ലെയിനുകളും തമ്മിലുള്ള ആംഗിളാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഒരു മെഷർമെൻ്റ് ആണ്, ഒരു ക്വാണ്ടിറ്റി ആണ്, ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രിയിൽ വേണമെങ്കിൽ പറയാം. 30 ഡിഗ്രി എന്നോ 45 ഡിഗ്രി എന്നോ അല്ലെങ്കിൽ 60 ഡിഗ്രി എന്നോ എത്ര വേണമെന്ന് നിങ്ങൾക്ക് പറയാം. മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും രണ്ട് പ്ലെയിനുകളാണ്. എന്നാൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കാം. ഇതായിരുന്നു രണ്ടാമത്തെ ഡെഫിനിഷൻ, ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷന് അതല്ലെങ്കിൽ ഡിപ്പിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. എന്താണ് എർത്തിൻ്റെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ? അതിനുവേണ്ടി നമ്മൾ നമ്മുടെ എർത്തിൻ്റെ മാഗ്നറ്റിസത്തിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്ന് വീണ്ടും ഓർത്തെടുക്കാം. എൻ്റെ കയ്യിൽ ഞാൻ ഒരു എർത്ത് പോലെ ഒരു ബോൾ പിടിച്ചിട്ടുണ്ട്. നേരെ മുകളിലാണ് ജോഗ്രഫിക് നോർത്ത്, നേരെ താഴെ ജോഗ്രഫിക് സൗത്ത്. ഒരല്പം ഇങ്ങോട്ട് നീങ്ങിയിട്ട് മാഗ്നറ്റിക് നോർത്ത് ഉണ്ട്, അതിന് നേരെ എതിർവശത്തായിട്ട് നമ്മുടെ മാഗ്നറ്റിക് സൗത്തും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഈ എർത്തിനെ ഒരല്പം ചെരിച്ച് പിടിക്കുക. അതായത് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് നേരെ മുകളിൽ വരുന്ന വിധത്തിൽ ഒരല്പം ചെരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് നേരെ മുകളിൽ വരും, അതിന് നേരെ താഴെയായിട്ട് നമ്മുടെ മാഗ്നറ്റിക് സൗത്തും വരും. ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വരുന്നത്. അതായത് നേരെ താഴേക്ക്, എർത്തിൻ്റെ ഈ മുകൾ ഭാഗത്തെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇൻ ടു ദ സർഫസ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വരുന്നത്. നേരെ താഴെ എടുക്കുക. ഇപ്പോൾ മാഗ്നറ്റിക് നോർത്ത് നേരെ മുകളിലാണ്, നേരെ താഴെ എടുക്കുക. അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ മാഗ്നറ്റിക് സൗത്ത് ഉണ്ടാവുക. അതിൽ നിന്ന് നേരെ താഴേക്കാണ്, നേരെ ആ സർഫസിന് നേരെ പെർപെൻഡിക്കുലറായി നേരെ താഴേക്കാണ് എന്ത് വരിക? ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ ഡയറക്ഷൻ വരിക. അപ്പോൾ ഞാനൊരു സിംബോളിക്കായിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ സൈഡ് വൈസ് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ ഡയറക്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ മാഗ്നറ്റിക് സൗത്തിൽ നിന്ന് നേരെ താഴേക്ക് പോയി പിന്നീടത് വളഞ്ഞ് തിരിഞ്ഞ് വന്ന് നേരെ നമ്മുടെ മാഗ്നറ്റിക് നോർത്തിൽ വന്ന് അവസാനിക്കും. ഇങ്ങനെയായിരിക്കും എന്ത് പോവുക? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവുക.
ഡയറക്ഷൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്ന് എങ്ങോട്ടാണ്? മാഗ്നറ്റിക് സൗത്തിൽ നിന്ന് മാഗ്നറ്റിക് നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് നോർത്ത് സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യും, മാഗ്നറ്റിക് സൗത്ത് നോർത്ത് പോളായിട്ടും ആക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സർഫസിൽ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും ഇൻ ടു ദ പ്ലെയിനാണ്. ഇത് മാഗ്നറ്റിക് നോർത്താണ്. കറക്റ്റ് എക്സാക്ട്ലി ഈ പ്ലേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ ടു ദ പ്ലെയിനാണ്. ശ്രദ്ധിക്കുക, സർഫസും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. താഴെയും അങ്ങനെ തന്നെയാണ്. ഇത് ഏത് പോളാണ്? മാഗ്നറ്റിക് സൗത്ത് പോളാണ്. നേരെ താഴേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ സർഫസും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പോളുകളിൽ സൗത്ത് പോളിലും നോർത്ത് പോളിലും അല്ലെങ്കിൽ മാഗ്നറ്റിക് നോർത്തിലും മാഗ്നറ്റിക് സൗത്തിലും മാഗ്നറ്റിക് ഫീൽഡും സർഫസും തമ്മിൽ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അത് ഈ ഭാഗങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സർഫസും മാഗ്നറ്റിക് ഫീൽഡും ഒരിക്കലും പെർപെൻഡിക്കുലർ ആയിരിക്കില്ല. ചെറിയൊരു ചെരിവുണ്ടായിരിക്കും, ചെറിയൊരു ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതാണ് എക്സാക്ട്ലി മാഗ്നറ്റിക് നോർത്ത്. നേരെ മുകളിലേക്കാണ്. പക്ഷേ മുകളിലേക്ക് പോകുന്തോറും ഇതൊരല്പം വളഞ്ഞു വരും. വളഞ്ഞ് വന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ വന്ന് ഇവിടെയും വളഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇരിക്കുന്നത്. മുകളിലെ സർഫസിലും താഴെയുള്ള സർഫസിലും മാത്രമാണ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം ചെരിഞ്ഞിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതായത് എർത്തിൻ്റെ സർഫസിന് ചെറിയൊരു ആംഗിൾ, 90 ഡിഗ്രി അല്ല, വേറൊരു ആംഗിളിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവുക. അതിൻ്റെ ചെറിയൊരു റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പോൾസിൽ അല്ലാതെ, മാഗ്നറ്റിക് നോർത്ത് പോളിലും മാഗ്നറ്റിക് സൗത്ത് പോളിലും അല്ലാതെ, രണ്ട് പോൾസിലും മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു സർഫസ് ആണ്. പക്ഷേ ആ രണ്ട് പോളുകളിൽ അല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ, എർത്തിൻ്റെ സർഫസിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരല്പം ചെരിഞ്ഞിട്ടായിരിക്കും, സർഫസിൽ നിന്ന് ഒരല്പം ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇക്വേറ്ററിൽ ഇതാണ് ഇക്വേറ്റർ. എക്സാക്ട്ലി മുകളിൽ മാഗ്നറ്റിക് നോർത്ത്, നേരെ താഴെ മാഗ്നറ്റിക് സൗത്ത് ആണെങ്കിൽ നോക്കുക, ഇങ്ങനെ വന്ന് ഇത് ഭാഗമാണ് ഇക്വേറ്റർ. ഇങ്ങനെ വരുമ്പോൾ എക്സാക്ട്ലി താഴേക്ക് അല്ലെങ്കിൽ എക്സാക്ട്ലി മുകളിലേക്ക് ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഉണ്ടാവുക. എവിടെ? ഇക്വേറ്ററിൽ. അപ്പോൾ ഇക്വേറ്ററിൽ ശ്രദ്ധിക്കുക, ഇക്വേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദ സർഫസ് ആണ്. പോൾസിൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ്. ഇത് രണ്ടുമല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് പോൾസുമല്ല ഇക്വേറ്ററിലും അല്ല, ഇക്വേറ്ററിൽ സർഫസും മാഗ്നറ്റിക് ഫീൽഡും പാരലലാണ്, പോൾസിൽ സർഫസും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ടും അല്ലാത്ത സ്ഥലങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡും സർഫസും തമ്മിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ ആ ഒരു ഹൊറിസോണൽ ലെവലും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. അത് 0 ആയിരിക്കില്ല, 90 ഡിഗ്രിയും ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ ആയിരിക്കും. നോക്കുക, ഇതാണ് ആ ഭാഗത്തുള്ള പോൾസും ഇക്വേറ്ററും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത് വിചാരിക്കുക. ഇതാണ് ഞാൻ എർത്തിൻ്റെ സർഫസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനാണ് എർത്തിൻ്റെ സർഫസ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പിടിക്കാം, ഇതാണ് എർത്തിൻ്റെ സർഫസ്. അതിൽ നിന്നൊരല്പം ചെരിഞ്ഞിട്ടാണ് ആര് പോകുന്നുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്ററാണ്. രണ്ട് കമ്പോണൻറ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഈ വെക്റ്ററിനെ എനിക്ക് രണ്ട് കമ്പോണൻറ്റുകളാക്കി തിരിക്കാം. ഒന്ന് ഒരു ഹൊറിസോണൽ കമ്പോണൻറ്റും രണ്ടാമത്തേത് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഹൊറിസോണൽ കമ്പോണൻറ്റിനെ ഞാൻ BH എന്ന് വിളിക്കുന്നു, വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ ഞാൻ BV എന്നും വിളിക്കുന്നു. അതായത് B എന്ന് പറയുന്ന വെക്റ്ററിനെ ഞാൻ രണ്ട് റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റി. ഒരു കമ്പോണൻറ്റ് എർത്തിൻ്റെ സർഫസിന് പാരലലാണ്, രണ്ടാമത്തെ കമ്പോണൻറ്റ് എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറുമാണ്. എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടുള്ള കമ്പോണൻറ്റിനെ ഞാൻ BH എന്നാണ് വിളിക്കുന്നത്, എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റിനെ ഞാൻ BV എന്നാണ് വിളിക്കുന്നത്. അതായത് ഹൊറിസോണൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് B, അതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റാണ് BH, അതിൻ്റെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് BV. അങ്ങനെയെങ്കിൽ എന്താണ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ? ഇനി നിങ്ങൾക്ക് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്.
എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ തന്നെ ഹൊറിസോണൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ ഡെൽറ്റ. ഡിപ്പ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ക്യാപിറ്റൽ ബി, ആൻഡ് ഇറ്റ്സ് ഹൊറിസോണൽ കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ബി എച്ച്. ബിയും ബി എച്ചും തമ്മിലുള്ള ആംഗിളാണ് ഡെൽറ്റ. ഇനി ഡിപ്പ് ആംഗിൾ ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, അതായത് ഇതിപ്പോൾ നമ്മൾ എർത്തായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഡിപ്പ് ഒരേപോലെ ആയിരിക്കില്ല. ഡിപ്പ് ഒരു മെഷർമെൻ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്, ഒരു ആംഗിളിൻ്റെ മെഷർമെൻ്റാണ്. ബിയും ബി എച്ചും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ്. ഡിപ്പ് എല്ലായിടത്തും, ഡിപ്പ് ആംഗിൾ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് പറയണം. ഒന്ന്, ഡിപ്പ് ഈസ് 0 അറ്റ് ദ ഇക്വേറ്റർ. രണ്ടാമത്തേത് ഡിപ്പ് ഈസ് 90 ഡിഗ്രി അറ്റ് ദ പോൾസ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യുന്നു, ഇവിടെയാണ് നമ്മൾ ഡിപ്പ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഡിപ്പ് ശരിക്കും ആര് തമ്മിലുള്ള ആംഗിളാണ്? ഹൊറിസോണൽ കമ്പോണൻറ്റും ബിയും തമ്മിലുള്ള ആംഗിളാണ്. ഇത് നിങ്ങൾ മാഗ്നറ്റിക് പോളാണെന്ന് വിചാരിക്കുക, അതായത് മാഗ്നറ്റിക് നോർത്ത് പോളാണെന്ന് വിചാരിക്കുക, NM. ഇത് നേരെ താഴെ ഒരു മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ടെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പോൾസിൽ, ശ്രദ്ധിക്കുക, പോൾസിൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സർഫസ് എന്ന് പറയുന്നത്, എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ശരിക്കും ഹൊറിസോണൽ കമ്പോണൻറ്റ് പോകുന്ന ഭാഗമാണ്. അതായത് ബി എച്ച് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻ്റ് ബി എച്ച്. ബി എന്ന് പറയുന്നത് എർത്തിൻ്റെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ്. ഈ പോൾസിൽ, മുകളിലുള്ള പോളും താഴെയുള്ള പോൾസിലും മാഗ്നറ്റിക് ഫീൽഡ് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ടു ദ സർഫസാണ്. പക്ഷേ ബി എച്ച് എങ്ങനെയാണ് നിൽക്കുന്നത്? എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടാണ് നിൽക്കുന്നത്. അതായത് ബിയും ബി എച്ചും തമ്മിലുള്ള ആംഗിള് പോൾസിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആ ആംഗിളാണ് ഡിപ്പ്. അതുകൊണ്ട് പോൾസിൽ ഡിപ്പ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങൾ നേരെ ഇക്വേറ്ററിലേക്ക് വരിക. ഇതാണ് ഇക്വേറ്റർ. മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ ഭാഗത്തെത്തുമ്പോൾ നേരെ പാരലൽ ടു ദ സർഫസ് ആയിരിക്കും. ഇങ്ങനെ പാരലൽ ടു ദ സർഫസ് ആയിരിക്കും. ഇവിടെ നിന്ന് താഴേക്ക് പോയി പിന്നെ ഇത് വളഞ്ഞ് ഈ ഭാഗത്തെത്തുമ്പോൾ ഈ സർഫസിന് പാരലലായിരിക്കും. പിന്നീട് അത് വളഞ്ഞ് തിരിഞ്ഞ് നേരെ ഇങ്ങോട്ടും എത്തും. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ എർത്തിൻ്റെ ഇക്വേറ്ററിൻ്റെ സർഫസ്. ഇങ്ങനെ ഞാൻ കാണിക്കുന്നതാണ് എർത്തിൻ്റെ ഇക്വേറ്ററിലെ സർഫസ്. നേരെ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സർഫസും മാഗ്നറ്റിക് ഫീൽഡും, ഹൊറിസോണൽ കമ്പോണൻറ്റും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ടു ഈച്ച് അതർ. അതുകൊണ്ട് ഡിപ്പ് ആംഗിൾ അവിടെ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡിപ്പ് ഈസ് 0 അറ്റ് ദ ഇക്വേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ പറയാനുള്ളത്. ഒന്ന്, എന്താണ് ഡിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡിപ്പ് എല്ലായിടത്തും ഒരേപോലെ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ ഇക്വേറ്ററിൽ ഡിപ്പ് 0 ആണെന്നും പോൾസിൽ ഡിപ്പ് 90 ഡിഗ്രി ആണെന്നും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഒരു ഫിഗർ എങ്ങനെയാണ് വന്നത്? ബി എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. വെക്റ്റർ ആയതുകൊണ്ട് നമ്മൾ രണ്ട് റെക്റ്റാങ്കുലർ കമ്പോണൻ്റ് ആക്കിയിട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുന്നു. ഒന്ന് ഒരു ഹൊറിസോണൽ കമ്പോണൻറ്റ് ബി എച്ച്, രണ്ടാമത്തേത് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് ബി വി. ഇനി ബിയും ബി എച്ചും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ. ഇനി മൂന്നാമത്തെ ഡെഫിനിഷൻ, ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. നമ്മൾ ആദ്യത്തെ രണ്ട് ഡെഫിനിഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടതാണ് ശരിക്കും മൂന്നാമത്തെ ഡെഫിനിഷൻ, ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. നമുക്ക് വേണമെങ്കിൽ ബി എന്ന് പറയുന്ന ആ ഒരു വെക്റ്ററിനെ, ബി എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അതെല്ലായിടത്തും ഒരേപോലെ അല്ല എന്ന് നമുക്കറിയാം. അത് ചിലപ്പോൾ നമ്മുടെ പോൾസ് എടുക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് നേരെ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും. എർത്തിൻ്റെ ഇക്വേറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദ സർഫസ് ആയിരിക്കും. ഇത് രണ്ടുമല്ലാത്ത സ്ഥലങ്ങളിൽ ചെറിയൊരു ആംഗിളിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവുക. അതായത് എർത്തിൻ്റെ സർഫസിന് ഹൊറിസോണൽ ലെവലിന് ചെറിയൊരു ആംഗിളുമായിട്ടായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവുക. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ബി. അതിന് ഞാൻ ഒരു അല്പം ചെരിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതാണ് എർത്തിൻ്റെ സർഫസ് എങ്കിൽ പോൾസും ഇക്വേറ്ററും മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സർഫസിന് ചെറിയൊരു ആംഗിളിലായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ബി എന്ന് പറയുന്ന വെക്റ്ററിനെ, ബി ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡാണ്, വെക്റ്ററാണ്, രണ്ടായിട്ട് റിസോൾവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് എർത്തിൻ്റെ സർഫസിന് പാരലായിട്ട്, അതായത് ഒരു ഹൊറിസോണലായിട്ട്, ഇത് ഹൊറിസോണൽ കമ്പോണൻ്റ് ആണ്. രണ്ടാമത്തേത് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ബി വി, ബി എച്ച് ബി വി. ശരിക്കും ഈ ബി എച്ചിനെ തന്നെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. അതായത് ഇതിന് തൊട്ട് മുമ്പിലുള്ള ടോപ്പിക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്താണ് ബി വി, എന്താണ് ബി എച്ച്.
തൊട്ട് മുമ്പിലെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ടോപ്പിക്ക് ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. രണ്ടാമത്തെ ഡെഫിനേഷനുമായി വളരെയധികം ബന്ധമുള്ളതാണ് മൂന്നാമത്തെ ഡെഫിനേഷൻ ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പ്ലേസ് ഈസ് ദ ഹൊറിസോണൽ കമ്പോണൻസ് ഓഫ് ദ എർത്ത് ഫീൽഡ്. അതായത് നമ്മളൊരു എർത്ത് എടുത്തു, ഇത് എർത്താണെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇത് നമുക്ക് വേണമെങ്കിൽ പോൾസ് ആയിട്ട് എടുക്കാം, ഇത് വേണമെങ്കിൽ നമുക്ക് ഇക്വേറ്റർ ആയിട്ട് എടുക്കാം, ഇത് രണ്ടും അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റിൽ. ഇനി പോൾസിലും ഇക്വേറ്ററിൽ എടുത്താലും വിരോധമൊന്നുമില്ല, നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതുമല്ലാത്ത, അതായത് പോൾസും ഇക്വേറ്ററും അല്ലാത്ത വേറൊരു പോയിന്റ് എടുത്തു, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു അല്പം ചെരിഞ്ഞിട്ടായിരിക്കും. അതിന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു, ഒരു ഹൊറിസോണൽ കമ്പോണൻ്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു ഹൊറിസോണൽ കമ്പോണൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പ്ലേസ് ഈസ് ദ ഹൊറിസോണൽ കമ്പോണൻസ് ഓഫ് എർത്ത് ഫീൽഡ്. വളരെയധികം എളുപ്പമുള്ള ഒരു ഡെഫിനേഷനാണ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. ബി എന്ന് പറയുന്ന വെക്ടറിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് ഒരു ഹൊറിസോണൽ കമ്പോണൻ്റ് ആയിട്ടും രണ്ടാമത്തേത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും. ഈ ഹൊറിസോണൽ കമ്പോണൻ്റിൻ്റെ സ്ട്രെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പ്ലേസ്. അങ്ങനെ നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട 3 ഡെഫിനിഷൻസ് പഠിച്ചു. ഇനി ഈ 3 ക്വാണ്ടിറ്റീസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ഈ 3 ക്വാണ്ടിറ്റികളുമായി എന്തെങ്കിലും മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്സ് ഉണ്ടോ എന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ എർത്ത്. ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി. ബി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതായത് നമ്മളിതിൽ ഐ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡിപ്പ് മുതലാണ് തുടങ്ങുന്നത്. അതായത് ഡിപ്പ്, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിൻ്റെ ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി, എർത്തിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ഈ 4 ആളുകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഐ എന്ന് പറയുന്ന ടേമിനെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡിപ്പ് മുതലാണ് തുടങ്ങുന്നത്. ഡിപ്പ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ്. എച്ച് ഹൊറിസോണൽ ഇൻറ്റൻസിറ്റി നമ്മുടെ മൂന്നാമത്തെ ഡെഫിനേഷനായിരുന്നു. ഡെൽറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡെഫിനേഷനായിരുന്നു. ബി എച്ച് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡെഫിനേഷനായിരുന്നു. 2ഉം 3ഉം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് അഡീഷണൽ ആയിട്ട് എടുത്തിരിക്കുന്നത് എർത്തിൻ്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ആ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും. ഓക്കെ, ഇത്രയും ആളുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, മാത്തമെറ്റിക്കലായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫിഗർ ഞാനൊന്നും കൂടി വരച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനൊരു ഹൊറിസോണൽ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും ബി എച്ച്, അതിനൊരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും ബി വി. ഇനി ബി എച്ചിൻ്റെ ഒരു ഇമേജിനെ ഞാൻ മുകളിൽ വരച്ചിട്ടുണ്ട്. ബി വിയുടെ ഒരു ഇമേജിനെ ഞാൻ റൈറ്റ് സൈഡിലും വരച്ചിട്ടുണ്ട്. അതായത് ഈ ഡോട്ടഡ് ലൈൻ ബി വി ആണ്, ഈ ഡോട്ടഡ് ലൈൻ ബി എച്ച് ആണെന്നും വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇവിടെ ഒരു 90 ഡിഗ്രി ഉള്ളത് കൊണ്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ബി എന്ന് പറയുന്ന എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നിങ്ങൾക്ക് ഹൈപ്പോട്ടനേസ് ആയിട്ട് എടുക്കാം. ബി എച്ച് എന്ന് പറയുന്നത് ബേസ് ആണ്. ബി വി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് അതല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് സുഖമായി ഈ ഒരു ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും നമുക്ക് ബിയുടെ ടേംസിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഇതൊരു ആംഗിളാണ്. സാധാരണ ഒരു തീറ്റ ആയിരുന്നെങ്കിൽ എന്ത് എഴുതാമായിരുന്നു? തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻറ്റിനെ നമുക്ക് ബി കോസ് തീറ്റ എന്ന് എഴുതാമായിരുന്നു. തീറ്റയ്ക്ക് പകരം ഡെൽറ്റ ആണെന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റയുടെ അടുത്തുള്ള ഈ കമ്പോണൻറ്റിനെ നമുക്ക് ബിയുടെ ടേംസിൽ എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെയായിരിക്കും നമുക്ക് എഴുതാൻ സാധിക്കുക? ഡെൽറ്റയുടെ അടുത്തുള്ള കമ്പോണൻറ്റ് നമുക്ക് ബി കോസ് ഡെൽറ്റ എന്ന് എഴുതാനായിട്ട് സാധിക്കും. നേരെ ഓപ്പോസിറ്റുള്ള കമ്പോണൻറ്റിനെയോ ബി സൈൻ ഡെൽറ്റ എന്ന് എഴുതാനായിട്ടും സാധിക്കും. അതായത് ബി എച്ചിനെ വേണമെങ്കിൽ ബിയുടെ ടേംസിലും ഈ ഡെൽറ്റയുടെ ടേംസിലും എഴുതാം. ബി വിയെ നമുക്ക് വേണമെങ്കിൽ ബിയുടെ ടേംസിലും ഡെൽറ്റയുടെ ടേംസിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? നോക്കൂ. ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. ബി വി ഈക്വൽ ടു ഇവിടെയുള്ള കമ്പോണൻറ്റ് ബി സൈൻ ഡെൽറ്റ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ബി എച്ച് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ, ബി വി ഈക്വൽ ടു ബി സൈൻ ഡെൽറ്റ. ഇനി നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ഒന്ന് എടുത്ത് നോക്കാം. ബി വിക്ക് പകരം ബി സൈൻ ഡെൽറ്റ കൊടുക്കാം,
ബി എച്ചിന് പകരം ബി കോസ് ഡെൽറ്റയും കൊടുക്കാം. അതിൻ്റെ റേഷ്യോ എങ്ങനെ വരും? ബി വി ബൈ ബി എച്ച് എന്ന് പറയുന്ന റേഷ്യോ എങ്ങനെയായിരിക്കും കിട്ടുക? ബി സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ ബി കോസ് ഡെൽറ്റ. അതിൽ ബിയും ബിയും ക്യാൻസൽ ചെയ്തു പോകും. സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ എന്താണെന്ന് അറിയാം? ടാൻ ഡെൽറ്റ ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ ബി വി ബൈ ബി എച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഡെൽറ്റ. ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണൽ കമ്പോണൻറ്റും ഡിപ്പും തമ്മിലുള്ള ഒരു റിലേഷൻ. ഇവിടെ എന്ത് വന്നു? ഹൊറിസോണൽ കമ്പോണൻറ്റും ഡിപ്പും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി. വെർട്ടിക്കൽ കമ്പോണൻറ്റും ഡിപ്പും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി. ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണൽ കമ്പോണൻറ്റും ഡിപ്പും തമ്മിലുള്ള ഒരു റിലേഷനും കിട്ടി. ഇനി അടുത്ത് നോക്കാം, ബി സ്ക്വയർ ഈക്വൽ ടു ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. എങ്ങനെ വന്നു അത്? നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിളിനെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ബി ആണ്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്തായിട്ട് വരും? ബി എച്ച്. ബി എച്ച് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്താണ്? ബി വി. ബി വി സ്ക്വയർ. സോ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. അല്ലെങ്കിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. അതായത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെയും ഹൊറിസോണൽ കമ്പോണൻറ്റിൻ്റെയും സഹായം വേണം. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ എർത്ത്സ് ഓൺ ഫീൽഡ്, അതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻറ്റ്, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. എർത്തിൻ്റെ ഫീൽഡും ആ എർത്തിൻ്റെ ഫീൽഡിൻ്റെ തന്നെ രണ്ട് കമ്പോണൻറ്റുകളും തമ്മിലുള്ള റിലേഷനാണ് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത്. എല്ലാ ടേമുകളും വന്നു കഴിഞ്ഞു. ഡെൽറ്റ വന്നിട്ടുണ്ട്, ബി വന്നിട്ടുണ്ട്, ബി എച്ച് വന്നിട്ടുണ്ട്, ബി വിയും വന്നിട്ടുണ്ട്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ബി, ബി എച്ച് ആൻഡ് ബി വി.